ശ്രീ ശിവശങ്കർ, പി ജയരാജന്റെ കാര്യം വരുമ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമ രാഷ്ട്രീയം വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ലക്ഷ്യം കൂടിയാണ്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയാണ്, തുന്നിച്ചേർത്ത ജയരാജന്റെ കൈ ഉണ്ടല്ലോ, ആ കൈയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ചതാണ്. അവിടെ അക്രമ രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് BJP മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതാണല്ലോ ഈ അക്രമ രാഷ്ട്രീയം, അവിടെ CPM-നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട്. അതിനുള്ള മറുപടിയാണ് പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ. എന്താണ് BJPക്ക് ഉന്നയിക്കുവാനുള്ളത് ഇന്നത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ? ഞാൻ ഈ ജയരാജനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആദ്യമായി പട്ടിക പുറത്തിറക്കിക്കൊണ്ട് ശക്തി തെളിയിച്ചു. എനിക്ക് തോന്നുന്നില്ല CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളമാണ് അവരുടെ ഇന്ത്യ. അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത കാരണം, വേറെ ഒരു പ്രത്യേകിച്ച് താല്പര്യങ്ങളും ഇല്ലാത്ത കാരണം അവർ കേരളത്തിലെ പട്ടിക പുറക്കി. അവർക്ക് വേറെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മറിക്കാൻ. അത് കാരണം അവർ ഈ പട്ടിക മുന്നോട്ട് ഇറക്കി. ആദ്യം പട്ടിക മുന്നോട്ട് വെച്ചതാണെങ്കിൽ RSP ആണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കരുത്തനായ പാർട്ടി, വിജയിക്കേണ്ട പാർട്ടി എന്ന് ഈ CPM-ന്റെ നേതാവ് കോടിയേരി പറയേണ്ടി വരും. പിന്നെ ഈ ജയരാജൻ്റെ കാര്യം, അതും ഇത്ര ലളിതമല്ല. ശരിക്കും ജയരാജൻ അവിടെ കോടിയേരിയെക്കാട്ടിലും പിണറായിയെക്കാട്ടിലും കണ്ണൂർ ശക്തനായി എന്നുള്ളത് കൊണ്ട്, ഒരുപക്ഷെ ശ്രീകൃഷ്ണനായിട്ട് വരെ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ കോടിയേരിയുടെ മണ്ണ് ചോർന്നു, കാലിൻ്റെ അടിയിലെ മണ്ണ് വരെ ചോർന്നു പോയിക്കൊണ്ട് ജയരാജൻ യുഗമാണ് കണ്ണൂർ നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൊലപാതക രാഷ്ട്രീയം, തുന്നിച്ചേർത്ത കയ്യിൽ വരെ ഇന്നത്തെ എത്ര ഷുക്കൂറിൻ്റെയും അടക്കമുള്ള എത്രയോ ചോര അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊല CBI 3 കേസിൽ പ്രതിയാ. പിന്നെ അദ്ദേഹത്തെ എങ്ങോട്ടാ വിട്ടേക്കണത്? വടകരയിലേക്ക്. ഒഞ്ചിയത്തിലെ ജനങ്ങളോടുള്ള യഥാർത്ഥത്തിൽ വെല്ലുവിളിയല്ലേ അത്? TP ചന്ദ്രശേഖരനെ കൊന്നതിൽ ആ ജനങ്ങളുടെ കണ്ണുനീര് അറിഞ്ഞപ്പോൾ അതേ പ്രദേശത്തേക്ക് ജയരാജനെ വിട്ടത് ശരിക്കും പറഞ്ഞ ജനാധിപത്യത്തെ തന്നെ CPM ചോദ്യം ചെയ്യുകയാണ്. അവിടെ അവർക്കൊരു പവർ ഷിഫ്റ്റ് വേണമായിരുന്നു, അവിടെ ജയരാജനെ മാറ്റി. എന്നിട്ട് അദ്ദേഹത്തെ ഒരു പക്ഷേ അത്ര പോലും വിജയസാധ്യതയില്ലാത്ത വടകരയിലേക്ക് വിട്ടു തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അവിടെ അറിയാം എങ്ങനെയായിരിക്കും രമയടക്കമുള്ള സൊഞ്ചിയത്തെ സഖാക്കൾ ജയരാജനോട് പറയുന്നതെന്ന്. അപ്പോൾ ജയരാജൻ്റെ വിധി എന്താണെന്ന് ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. കേരള ജനതയ്ക്ക് തന്നെ അപമാനമാണ് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലിനെ അങ്ങ് ലോക്സഭയിലേക്ക് എത്തിച്ചാൽ. വടകരയിൽ CPM-ന് കിട്ടാവുന്ന ഏറ്റവും കരുത്തനായ ആളാണ് പി ജയരാജൻ എന്നാണല്ലോ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണല്ലോ UDF-ൽ മുല്ലപ്പള്ളി തന്നെ ഇറങ്ങണം എന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഇപ്പോൾ രൂപപ്പെടുന്നു വരുന്നത്. അപ്പോൾ പി ജയരാജനെ തോൽപ്പിക്കാനാണ് വടകരയിൽ കൊണ്ടുപോയി CPM നിർത്തിയിരിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, അവിടെ വേറൊരു കാര്യം ചിന്തിക്കാം. കാരണം മുല്ലപ്പള്ളിയെ മാറ്റണമെന്ന് അവർക്കുണ്ടാവാം ഒരു പക്ഷേ. 2, മുല്ലപ്പള്ളിക്ക് വിജയസാധ്യത ഉണ്ടാവാം. കാരണം ജയരാജനെതിരെ ശക്തമായ ഒരു ജനവികാരം ഉണ്ടാവും, അവിടെ സംശയമില്ലല്ലോ. കാരണം സാധാരണ ജനങ്ങൾ, അരാഷ്ട്രീയവാദികൾ, കരുത്തനാണ്. അതുകൊണ്ട് ഇപ്പോൾ പട്ടികയിൽ നിന്നല്ല, ഇപ്പോൾ സംസാരത്തിലുള്ള അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെയുള്ള അഭിജിത്തിനെ പോലെ ആളുകൾ പോരാ, പകരം മുല്ലപ്പള്ളി തന്നെ നിൽക്കണം എന്ന രീതിയിലുള്ള സമ്മർദ്ദം വരുവാനുള്ള കാരണം ജയരാജൻ അങ്ങോട്ട് വരുന്നതാണ്. അല്ല മഞ്ജുഷ, ചിലപ്പോൾ തിരിച്ചു ആവാം. ജയരാജൻ വന്ന കാരണം മുല്ലപ്പള്ളിയെ ഈസിയായിട്ട് ജയിപ്പിച്ചെടുക്കാമെന്നും ആവാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ജയരാജൻ എന്ത് ശക്തരെന്ന് വാക്കത്തിയും തോർക്കും കോടാലിയും കാണിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണോ പറയണേ? സാധാരണ ജനങ്ങൾ അംഗീകരിക്കുമോ? ഇതെന്താ അത് വല്ല ബീഹാറിലേക്ക് വല്ല കുഗ്രാമങ്ങളാണോ? വടകരയിലെ ജനങ്ങൾ അത്തരത്തിലുള്ള ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങുമൊന്നുമില്ല. പിന്നെ CPM-ന് പണ്ടത്തെ പോലെ കള്ളവോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബൂത്ത് പിടുത്ത രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമൊന്നും വടകരയിലെ പല ബൂത്തുകൾക്കും ഇന്നില്ല. പണ്ടവർ ചെയ്തിരുന്നു, കള്ളവോട്ട് ചെയ്യുകയും വോട്ട് മെറ്റുമാറ്റൊക്കെ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. CPM-ന്റെ ഇത്തരത്തിലുള്ള മർക്കട പുഷ്ടിക്കെതിരെ ശക്തമായ സമരമുറ അല്ലെങ്കിൽ ജനകീയ ഒരു സ്വഭാവം വടകരയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോയ്സ് ജോർജ് ഇടുക്കിയുടെ മാനസപുത്രൻ എന്നാണ് രാജു അബ്രഹാം പറയണേ. അവിടെ 8 കർഷക ആത്മഹത്യ നടന്നില്ലേ? ഏതെങ്കിലും വീട്ടിൽ ഈ മനുഷ്യൻ പോയോ? ആ മനുഷ്യർക്ക് എന്തെങ്കിലും സഹായം നൽകിയോ? ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇദ്ദേഹം തയ്യാറായോ? ഈ പ്രദേശത്തൊക്കെ ഈ പുന്നോമന പുത്രന് ഇടുക്കിയുടെ പോകാൻ പറ്റുമോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്താൽ തിരുവനന്തപുരത്ത് CPI-യുടെ
ഇവരുടെ പേയ്മെന്റ് സീറ്റ് അടക്കം ബാക്കി പല പേയ്മെന്റ് സീറ്റിന്റെ കഥകളും പറയാം. ഇങ്ങ് എറണാകുളത്ത് ഇപ്പൊ സംഭവിക്കാത്തൊരു നേതാവുണ്ടല്ലോ ഇവിടെ, പി രാജീവ്, നല്ല നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിനെ തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ മത്സരിപ്പിക്കാൻ പോയപ്പോൾ ഇതേ നേതൃത്വം എന്തുകൊണ്ടാണ് വെട്ടിമാറ്റിയെ? അവസാന നിമിഷം കരഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ തൃപ്പൂണിത്തുറയിൽ വിജയിക്കാത്ത നേതാവിനെ എറണാകുളത്ത് നിർത്തുന്നു. സെബാസ്റ്റ്യൻ പോളിന്റെ മകനെ വരെ പണ്ട് പരിഗണിച്ചു. എന്തിനൊരു സൂപ്പർ സ്റ്റാറിനെ പരിഗണിച്ചു. വിജയിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ സൂപ്പർ സ്റ്റാർ ഓടിക്കളഞ്ഞപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പി രാജീവിനെ വീണ്ടും കൊണ്ടുവന്നത്. കാരണം പി രാജീവ് ഇന്ന് അച്യുതാനന്ദൻ ഗ്രൂപ്പിലോ പിണറായി ഗ്രൂപ്പിലോ പെടാതെ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിൽ നിന്ന് പറ്റുമെങ്കിൽ മാറ്റണം, ഒഴിവാക്കുവാനായി തോറ്റ സ്ഥാനാർത്ഥിയായി ഒഴിവാക്കാനുള്ള മറ്റൊരു താരതമ്യം. ഇത്തരത്തിൽ ഇന്നസെന്റിനെ ആയാലും വീണ ജോർജ് എന്ത് ഇടതുപക്ഷ പാരമ്പര്യമാ? ജോസഫ് വഴക്കൻ ചോദിച്ച പോലെ അവിടെ സുജാതയെ പോലുള്ള ഒരു നല്ല കാൻഡിഡേറ്റ് ഇല്ലേ? സ്ത്രീ വേണമെങ്കിൽ തന്നെ എന്തുകൊണ്ട് അവിടെ അനന്തഗോപനില്ലേ? എത്ര നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പൊ ഇടതുപക്ഷ സ്വഭാവമുള്ള ഉദ്ദേശിച്ചത് എന്ന കാര്യം വ്യക്തമാണല്ലോ ശ്രീ ജാതി ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ വണ്ണ ഫിലിപ്പോ സ്വാതന്ത്ര്യം കൊണ്ടുവന്നല്ലേ? ഓർത്തഡോക്സ് സഭയുടെ വോട്ട് മാത്രം കൊണ്ട് മേടിക്കാൻ പറ്റുമോ? അവിടെ അത്തരത്തിലുള്ള വിജയമൊന്നും സാധ്യമല്ല. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു ചെറു വിഭാഗത്തിന്റെ വോട്ട് മാത്രം മേടിച്ചുകൊണ്ട് അപ്പോൾ മറ്റുള്ളവരെതിരാവില്ലേ? അപ്പോൾ വീണ ജോർജിനെയൊക്കെ പ്രതീക്ഷിക്കുന്നത് വേറെ ചില ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും സംശയിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ അനിയന്ത്രിതമായ വോട്ട് രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അല്ല. ഇപ്പോൾ പത്തനംതിട്ടയിൽ താങ്കൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അത് ബി ജെ പിക്കെതിരെയുള്ള ഒരു സംഘടിത നീക്കം എന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, സംശയം എന്താ? കാരണം പത്തനംതിട്ട ബി ജെ പിക്ക് വിജയ സാധ്യത മണ്ട. ഇവർക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ, ഇവർക്ക് ശബരിമല വിഷയത്തിൽ ഇവർക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ, ഇവരുടെ നടപടിക്ക് തന്നെ ഇവരുടെ പ്രശ്നത്തിൽ തന്നെ ഇവർക്ക് അതിനോട് പിന്തുണയുണ്ടെങ്കിൽ, ഇവർക്ക് അവിടെ എത്ര നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പന്തളത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത ആളായ അവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനെ പത്മകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാറുന്നില്ലേ? എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, ഇതാ ജനങ്ങളുടെ, സ്ത്രീകളുടെ, ഹൈന്ദവരുടെ, അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് ഇതാ പത്മകുമാറിനെ ഞങ്ങൾ മേടിക്കുമെന്ന് പറയാറുന്നില്ലേ? എന്തുകൊണ്ട് MLA ആയ മറ്റൊരു നിവൃത്തിയില്ലാത്ത വീണ ജോർജിനെ മുന്നിൽ നിർത്തുന്നു? ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും പത്തനംതിട്ടയിലായാലും ഇവരുടെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ CPIയുടെ സ്ഥാനാർത്ഥി ആരാ? അവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് കൊടുത്തതിനെ പിടിക്കപ്പെട്ട പുറത്താക്കിയ ആളെയാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് CPI ആയാലും CPM ആയാലും ഒരു രാഷ്ട്രീയം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇത് വിറ്റുകൊണ്ട് ഇവിടെ വോട്ട് വിറ്റ് നടക്കുന്നു. ലോക്സഭയിൽ പോയാൽ ഈ ജയിച്ച MP മാരുടെ സീറ്റ് തന്നെ വിൽക്കും. ഇതാണ് ഇവിടെ നയം. അല്ലാതെ